അയ്യപ്പേട്ട, ഇന്നലെ അർദ്ധരാത്രി പറയുകയാണെങ്കിൽ രാത്രി ഒരു 12:45 1 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, അതായത് ഇപ്പോഴും MLA സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. നമുക്കറിയാം, സമാനതകളില്ലാത്ത ബലാത്സംഗാരോപണവും ഗർഭചിത്രവും പീഡനവുമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത്. ഇപ്പോൾ മൂന്നാമത്തെ അതിജീവിതയുടെ പരാതി, വെളിപ്പെടുത്തലിൻ്റെയും പരാതിയുടെയും തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാവുന്നത്. കോൺഗ്രസ് പാർട്ടി എന്തായാലും നിലപാട് വ്യക്തമായി കഴിഞ്ഞു. അവർ അദ്ദേഹത്തിനെതിരെ എടുക്കാനുള്ള എല്ലാം നടപടികളെല്ലാം എടുത്തു. ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ ഡിസ്മിസ് ചെയ്തു. ഇപ്പോൾ പാർട്ടിയിൽ അദ്ദേഹം പ്രാഥമിക അംഗത്വത്തിൽ പോലില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ആഞ്ഞടിക്കുകയും സർക്കാർ പ്രതിക്കൂട്ടിലാണ്. CPM-ന്റെ സമുന്നതരായ 2 നേതാക്കന്മാർ, ബാസുവും പത്മകുമാറും ജയിലിൽ അഴിക്കുള്ളിലാണ്. അപ്പോൾ സർക്കാർ, പിണറായി വിജയൻ ചെയ്യുന്നത് ഇനി കേവലം 90-95 ദിവസം മാത്രമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷനിലേക്ക് ഇനി കടക്കാൻ. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ സർക്കാർ ഒരു പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താനും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിക്കുകയും അവരുടെ നീക്കങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണോ ഇത് നടത്തുന്നത്? നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ജനപ്രതിനിധി, ഒരു MLA അല്ലെങ്കിൽ ഒരു നേതാവ് കാണിക്കാൻ പറ്റാത്ത ഒരു പരിപാടിയല്ല അദ്ദേഹം കാണിച്ചു വെച്ച കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരു യുവ നേതാവാണ്. വളർന്നു വന്ന ചാനൽ ചർച്ചകളിലൂടെയും മറ്റും വളർന്നു വന്ന ഒരു യുവ നേതാവാണ്. കോൺഗ്രസിൻ്റെ മുഖമായി ഭാവിയിൽ മാറേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. 18,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിച്ചത് ബൈ ഇലക്ഷനിൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സർക്കാർ ഈ ചെയ്യുന്നത് ഒരു പകപോക്കൽ നടപടിയാണോ? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുണ്ടായ നീക്കങ്ങളുണ്ടാകുന്നത് ബോധപൂർവമാണ്. കാരണം ഇനി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യേണ്ട സമയമുള്ളൂ. ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന, അതുകൊണ്ട് ഇലക്ഷൻ്റെ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ഭാഗമായി പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തുഫലെ, അതിനകത്തെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇവരാരും പറയുന്ന പോലെയുള്ളൊരു പാർട്ടിയൊന്നുമല്ല. അവർക്ക് വ്യക്തമായ ഒരു കണക്കും കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ശബരിമല തന്ത്രി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ അവർക്ക് കണ്ഠരര് രാജീവര് ഈ കുടുംബത്തിന് ഇതിൽ പങ്കുണ്ട് എന്നവർക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞു. ഞാൻ CPM-നെ പുകഴ്ത്താനൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഒന്നാമത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഏത് കോൺഗ്രസ് പാർട്ടി ആയാലും CPM ആയാലും ഇവിടെ സംസ്ഥാനം ഭരിക്കുമ്പോൾ, BJP ഇതുവരെ ഭരിച്ചിട്ടില്ല, ഭരിക്കുമ്പോൾ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥ മെഷീനറി ഉള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ഉദ്യോഗസ്ഥ മെഷീനറി എന്ന് പറയുന്നത്, ഒരു മന്ത്രിയെ ഒരു പാർട്ടി നിയോഗിക്കുമ്പോൾ ആ മന്ത്രിക്ക് ഉണ്ടാകുന്ന പേഴ്സണൽ സ്റ്റാഫ് മുതൽ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ എല്ലാം കൃത്യമായി ഒരു മെഷീനറിയുടെ ഭാഗമായി ടാലൻ്റ് ഉള്ള ആൾക്കാരെയാണ് ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഒരുപാട് കോട്ടം ഇത്തവണ പറ്റിയിട്ടുണ്ട്. ഇത്തവണ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപിത തൽപരരും പാദസേവകരും ഒക്കെ കഴിവുകെട്ടവന്മാരും ഒരുപാടെണ്ണം ഈ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ കയറിയിട്ടുണ്ട്. അവരൊക്കെ കാണിച്ചു കൂട്ടിയ ചെയ്തതിൻ്റെ ഫലമാണ് ശിവശങ്കരനെ പോലെയൊക്കെയുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഭരണത്തിൽ ഇവിടെ കാട്ടിയത് നമുക്ക് വ്യക്തം. കാര്യം നാം ഇതെല്ലാം ഇപ്പം എന്നെ സംബന്ധിച്ച്, ഞാനെന്ന ഒരു സാധാരണക്കാരൻ ഇതൊക്കെ മനസ്സിലായിട്ടുള്ള, ഞാൻ തലസ്ഥാനത്ത് തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടും ഈ ഓഫീസുകളിലൊക്കെ നമ്മൾ പല കാര്യങ്ങളിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്. ഇവരൊക്കെ തന്നെ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ പാനൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി പാനലാണ്. ഓരോ ഉദ്യോഗസ്ഥർക്കും, ഓരോ മന്ത്രിമാർ വരുമ്പോൾ ആ മന്ത്രി എത്ര കഴിവിട്ടവനാണെങ്കിലും ആ മന്ത്രിയെ നന്നായി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മെഷീനറി ഉണ്ട് അവർക്ക്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ടൈം പത്മകുമാർ എന്ന് പറയുന്ന നേതാവിന് കൃത്യമായി ഇതിനകത്ത് പങ്കുണ്ടെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നു, ബോധ്യമായിരുന്നു. കാര്യം നമ്മളതിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ പത്മകുമാർ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പത്മകുമാറിന് ഇതിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോൾ ഭരിക്കുന്ന പാർട്ടി, സർക്കാർ ഭരിക്കുന്ന പാർട്ടി എന്നതിനേക്കാൾ സംസ്ഥാന സർക്കാർ, ഇപ്പോൾ ബാക്കി സർക്കാരുകളെ അപേക്ഷിച്ച് ഒരു മെരിറ്റ് ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരുപാട്, ഇപ്പോൾ കരുണാകരൻ്റെ കാലത്ത്, ഏകാന്റണിയുടെ കാലത്ത് ഒക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇവരെക്കുറിച്ചും പറയാനുണ്ട്. അപ്പോൾ ഇന്ന് വരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇവരെന്ത് ചെയ്തു, കോൺഗ്രസ് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി തുടക്കത്തിൽ അന്വേഷണം വരുമ്പോൾ ഈ അന്വേഷണം കൃത്യമായി അവർക്ക് കിട്ടി. പത്മകുമാർ ദൈവതുല്യൻ എന്നൊരു വാക്ക് പറയുമ്പോൾ
ഇവിടുത്തെ ഞാൻ തുഫയിൽ ഒരു മാധ്യമപ്രവർത്തകൻ, മെയിൻ സ്ട്രീം മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാളാണ്. ഞാനീ പറയുന്ന പോലെ താങ്കളെപ്പോലെ ഒരു മെയിൻ സ്ട്രീമിൽ നിന്നും മാധ്യമപ്രവർത്തനത്തിൽ നിന്നും പൂർണ്ണമായി ഒരാളല്ല. എന്നാലും ഞാൻ ചോദിച്ചു വേണം, താങ്കളുടെ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ വളരെ ബാലിശമായ രീതിയിലാണ് ഈ പത്മകുമാറിനോട് ചോദിച്ചത്. അതായത് ഈ ദൈവം എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവതുല്യൻ എന്ന് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അവരോടൊക്കെ ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് അർത്ഥത്തിലാണ്, നമുക്ക് വളരെ സൗഹൃദത്തോടെ അവരോട് ചോദിക്കാം, എന്ത് അർത്ഥത്തിലാണ് ഇവർ ചോദിച്ചതെന്ന്. പിണറായി വിജയൻ പോലും ദൈവമല്ല, ഈ പാർട്ടിയിൽ പിണറായി വിജയൻ പോലും ദൈവമല്ല, പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെ ആവാൻ? അപ്പൊ അത്ര ബാലിശമായിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ തന്നെ പത്മകുമാർ ഇതിനകത്ത് കള്ളനാണെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. പിന്നെ പത്മകുമാർ കള്ളനാണെന്ന് പറയുകയും ദൈവതുല്യൻ എന്ന് പറയുമ്പോഴും ഇപ്പൊ BJP-ക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് തന്ത്രി നിങ്ങൾ ആദ്യമേ അറസ്റ്റ് ചെയ്തില്ല? എന്റെ പൊന്നു സഹോദര, തന്ത്രി എന്ന് പറഞ്ഞ ചില്ലറക്കാരനാണോ? എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഈ സംഭവം ആദ്യം ഉണ്ടാകുമ്പോൾ. ഞാൻ അന്ന് മൂകാംബികയിൽ ഒന്ന് തൊഴാനായിട്ട് ഞാൻ പോയതാ. ഞാൻ തൊഴുതിട്ട് മൂകാംബികയിൽ ഒന്ന് പോയിട്ട് ഞങ്ങൾ പിന്നെ നമ്മുടെ കുടുംബമായിട്ട് ഞങ്ങൾ പോയതാ. തൊഴുതിട്ട് ഞാൻ ഹോട്ടൽ മുറിയിൽ വരുമ്പോൾ ഈ കണ്ടൽ രാജീവരെ ചോദ്യം ചെയ്തിട്ട് ഹോട്ടൽ മുറിയെ TV-യിൽ ഞാൻ കണ്ടതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്നതാണ്, നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ബൈറ്റ് കൊടുക്കുകയാണ്. എങ്ങനെ എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ തന്നെ സത്യത്തിൽ ആദ്യം തന്നെ തെളിവ് നൽകാനായി ചെല്ലുമ്പോൾ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ഭയങ്കര ബുദ്ധിമാന്മാരായ പോലീസ് ഓഫീസേഴ്സാണ്. അപ്പോൾ തന്നെ നോട്ടഡാണ് ഇയാൾ. അപ്പോൾ അപ്പോഴൊക്കെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? കാര്യം അവർക്ക് ഈ പറയുന്ന രീതിയിൽ എല്ലാം വരണ്ട. ഇതിപ്പോ തീ പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് തീ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ പിടിവിട്ടിരിക്കുന്നല്ല, SIT അന്വേഷണ സംഘം ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ തീക്കളിയാണിത്. ഇത് തീക്കളി എന്ന് പറഞ്ഞാൽ പല വേർഷൻസ് എടുക്കാൻ പറ്റും. കാര്യം പണ്ട് വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഭ്രാന്താലയമാണ്. ഇദ്ദേഹം പോകുമ്പോൾ നമ്മുടെ ചരിത്ര പുരുഷൻ വിവേകാനന്ദൻ പോകുമ്പോൾ അദ്ദേഹം കാണുന്ന ഇവിടുത്തെ പിന്നെ ഹിന്ദുക്കൾ തമ്മിൽ അടിക്കുന്ന രംഗമാണ് ജാതിയുടെ പേരിൽ. എന്താണ് ഭ്രാന്തന്മാരെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അതുപോലെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു ലോകം കൂടെയാണ് ഇപ്പോ പല തരത്തിൽ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഒരിക്കലും തീക്കളി ചുമ്മാ ചെയ്യില്ല. അത് മാത്രമല്ല, ഈ ഒരു കേസാകുമ്പോൾ കോടതിയിൽ പല ലൂപ്പ് ഹോൾസ് കൊണ്ടുവരും ഡിഫൻസ്. അപ്പൊ ഇത് പിന്നെ ഈ പറയുന്ന രീതിയിൽ ദേവസ്വത്തിലായിരിക്കും ആദ്യം ഈ പറയുന്ന അന്വേഷണം ഇത് പോകുന്നത്. ഇതിന്റെ റിപ്പോർട്ട് ദേവസ്വത്തിന്റെ ശബരിമലയുടെ ഒരു ബെഞ്ച് ഹൈക്കോടതിയിലുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ട് ആദ്യം ചെല്ലുന്ന അവിടെ ആയിരിക്കും. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, CPM എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ അവർ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷന് മുമ്പ് ഇങ്ങനെ ഇപ്പൊ 2 എണ്ണത്തിന് അകത്തായി കിടപ്പുണ്ട്, എന്തുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നൊക്കെ ചോദിക്കും. തുഫേലെ, അങ്ങ് പുറത്താക്കിയാൽ അവരുടെ ഭാഷയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അയാൾ മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ഈ പത്മകുമാർ മരിച്ചു എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ വരുന്നതിന് മുമ്പ് ചില തീരുമാനങ്ങൾ അവർക്ക് എടുക്കേണ്ടി വരും. പത്മകുമാർ ചിലതെല്ലാം വിളിച്ചു പറയും, അതുകൊണ്ടാണ് പത്മകുമാറിനെ ചെയ്യാത്തത്, തരം താഴ്ത്താത്തത് എന്നും പറയുന്നുണ്ട്. ശരി, അങ്ങനെ ആയാലും ആകട്ടെ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ പാർട്ടി നടപടി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ കുറ്റപത്രം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇലക്ഷൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. കാര്യം പത്മകുമാറിൽ നിന്ന് SIT അന്വേഷണ സംഘത്തിന് കിട്ടാനുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത് മാത്രമല്ല, സർക്കാരിനെ വീഴ്ത്താൻ കഴിയുന്ന കാര്യങ്ങൾ വരെ പത്മകുമാർ കൊടുത്തേക്കാം. അപ്പോൾ അത് അവരുടെ ഒരു പ്ലാനാണ്. വാസുവിൻ്റെ കാര്യവും അതുതന്നെ. വാസുവിനെ എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥർ, ഗുരുദാസൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ ഈ വാസുവിനെ ഗുരുദാസൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ ഗുരുദാസൻ PK ഗുരുദാസൻ്റെ ഓഫീസിൽ വാസു സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ വളരെ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം വാസുവിനെ ആയിരുന്നാലും ഈ പറയുന്ന രീതിയിൽ അവർ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പുറത്താക്കും. ഇപ്പം കടകംപള്ളി സുരേന്ദ്രനെ ആയിരുന്നാലും ഈ പാർട്ടി പുറത്താക്കും, അത് ഉറപ്പാണ്. കാര്യം കിട്ടാനുള്ള രേഖകൾ. കാര്യം പുറത്താക്കുന്നത് പോലെ തന്നെ ഈ പുറത്താക്കപ്പെട്ട വ്യക്തികൾ തിരിച്ച് പാർട്ടിയോട് എന്തൊക്കെ കാരണങ്ങളാണ് എന്നെ പുറത്താക്കിയത് എന്നൊരു വിശദീകരണം നോർമൽ കോഴ്സിൽ പല കമ്മിറ്റികളിലും വരും. കമ്മിറ്റികൾ വിട്, പക്ഷെ എന്നാലും കമ്മിറ്റികൾ എന്ന് പറയുന്നതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഒരു SIT എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘം, ഒരു സർക്കാർ, ഒരു പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇത് ഈ പിണറായി വിജയൻ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ. ഇവിടെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. തദ്ദേശ ഇലക്ഷൻ അടുപ്പിച്ച് ഈ പറയുന്ന കാര്യം. അപ്പം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത്, പിന്നെ മുരാരി ബാബു തുടങ്ങിയ ഉദ്യോഗസ്ഥരെയൊക്കെ പടിപടിയായിട്ട് SIT അന്വേഷിച്ചിട്ടുണ്ട്.
ഹൈക്കോടതി നിരീക്ഷണം കൂടെ വന്നു കഴിഞ്ഞു ഇവർ സ്വാധീനം ചെലുത്തിയില്ലെന്നും പറയില്ല. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഈ സമൂഹം അറിഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ അത്രയും ഗോപ്യമായി ചോദ്യം ചെയ്ത് 2-3 ദിവസം കൊടികെട്ടിയ മാധ്യമങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ. അപ്പൊ ഇവിടെ എല്ലായിടത്തും ചോർത്തി കൊടുക്കുന്നത് നമുക്കറിയാം. നമ്മൾ മീഡിയ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്. തുഫേലിന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കാര്യം പോലീസുകാർ തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് അവർ സോഴ്സാണ്. അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാൾക്ക് കിട്ടിയാൽ അയാൾ തന്നെ ബാക്കിയുള്ളവർ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ഏതായാലും തദ്ദേശ ഇലക്ഷൻ വരെ ഈ പ്ലാനായിരുന്നു. ഇതുവരെ അറസ്റ്റ് ചെയ്തവരെയല്ല. അടുത്ത അവരുടെ പ്ലാനായിരുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രീതിയിൽ കയറൂരി വിട്ടൊരു സംഗതി. നിയമവശങ്ങൾ എങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. പോകണം വരവേ അവൻ പോട്ടെ എന്ന് തന്നെ ഒരു വിട്ടതായിക്കൂടെന്നുമില്ല. കാര്യം ചോർത്തി കൊടുത്തവരൊക്കെ ഉണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഏതായാലും ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായ പ്ലാനോടെ. കാര്യം ഇന്നലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ആകപ്പാടെ ഒരു ടെമ്പോയിൽ ഇന്നലെ സത്യത്തിൽ വിശ്വാസികളെല്ലാം വളരെ സങ്കടത്തിലായിരുന്നു. സത്യത്തിൽ എനിക്ക് വളരെ പ്രയാസമുണ്ട്. കാര്യം ഞാനൊരു ദൈവഭക്തനാണ്. അല്ലാതെ ഒരു എന്ന് പറഞ്ഞാൽ കുറെ വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, അന്ധമായല്ല. എന്നാലും ആ മൂഡ് ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ പിറകെ പോവുകയാണ്. ഇയാൾ നമ്മുടെ നിയമവശങ്ങളൊക്കെ വെച്ച് ഇയാൾ വെളിയിലോട്ട് വരും. അപ്പോൾ ഈ കേസിൽ ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്തു എന്നുള്ള ഇനിയും പടിപടിയായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇവിടെ ആവശ്യപ്പെടുന്നത് പോലെ ഇപ്പോൾ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഹൈക്കോടതി ഇടപെട്ടൊരു കേസാണ്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അതിനുള്ള മറുപടി ഇതുവരെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇത് സംഭവിച്ചപ്പോഴത്തേക്കും മുഖ്യമന്ത്രി പറഞ്ഞത്, ഗോവിന്ദൻ പറഞ്ഞത്, ഇനി അവർ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴും SITയുടെ തലയിൽ വെച്ച് കൊടുക്കും. SIT ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഫലത്തിൽ ഇതിനകത്ത് അന്തർനാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ കൊച്ചിയിലെ കമ്മീഷണറാണ് അല്ലേ? ഈ പറയുന്ന ഒരു തന്ത്രിയിൽ മാത്രമല്ല കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒന്നുകൂടെ നമുക്കിതിൽ പറയാം. ഈ പറയുന്ന പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് സംബോധന ചെയ്ത് തുഫേൽ പറഞ്ഞു ചാനൽ ചർച്ചകളെന്ന്. തുഫേലെ, എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് നേതാവായ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതേപോലെ വന്ന് നേതാവായി ആൾക്കാരുടെ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഒരു നേതാവായി. കാര്യം ചാനലുകൾ വന്ന് വായ്ത്താരി വിടുന്നവരൊക്കെ തന്നെ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു രാഹുൽ മാങ്കൂട്ടം വായ്ത്താരി വിട്ടാണ് MLA ആയെന്ന് കണ്ടിട്ടതിനാണ് BRM ഷെരീഫും ഇനി ആരൊക്കെ ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ വായ്ത്താരി വിടാൻ വരണത്. അത് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല, സാമൂഹിക മാധ്യമത്തിന്റെ സജീവമായ കാലത്ത്. പക്ഷെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഒരു നേതാവായിട്ടുള്ളത് 10 അടിയെങ്കിലും പോലീസിന്റെ എന്ന് കൊണ്ടിട്ടാണ്. 10 അടിയെങ്കിലും ജനത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെയുള്ള നേതാക്കളായത്. അതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള ചില നേതാക്കൾ. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള, VS-നെ പോലെയുള്ള, ഈ പറയുന്ന പേരെടുത്ത് പറയാൻ ഒരു 10 പേരെങ്കിലുള്ള മുൻകാല നേതാക്കൾ. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് തനിക്ക് എളുപ്പത്തിൽ നേതാവാകാനുള്ള, ഇന്നലെ നമ്മൾ ഫ്രാങ്കോ അയാളുടെ പേരെന്താ, CPI റെജി ലൂക്കോസ് പോയി മീഡിയ ഉണ്ണി പോയി ഇദ്ദേഹത്തിനെ കണ്ട, നമ്മുടെ സനീഷിനെ കണ്ട കാര്യം പറഞ്ഞില്ലേ? അതുപോലെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുന്നവരൊക്കെ തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നതെന്നൊക്കെ നമുക്കറിയാം. അന്ന് മുതലാണ് രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ നേതാവിന്റെ പരിവേഷവും ചെറുപ്പക്കാരില്ല. അദ്ദേഹത്തിന് കുറച്ച് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അവിടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ ഒരു ചെറിയ ദുഃഖമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന രീതിയിൽ ഷാഫി പറമ്പിലും, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, നിങ്ങളുടെ രാഷ്ട്രീയം വേറെയാണ്, ഈ സമൂഹത്തിൽ കാണും. പക്ഷെ നല്ലതെന്ന് തന്നെ പറയും. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, പിന്നെ എടുത്തു പറയത്തക്ക നിരവധി, ചാണ്ടി ഉമ്മൻ, ഇങ്ങനെ നിരവധി പേരുകാരായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, ജിൻഡോ ജോൺ, ഇങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരിലൊക്കെ കോൺഗ്രസിനൊരു നല്ല ഭാവി കണ്ട ഒരുപാട് ഈ സമൂഹത്തിൽ ഒരുപാട് ജനങ്ങളുണ്ട്. ഈ ഷാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന എത്ര ജനങ്ങളുണ്ടെന്ന് അറിയൂ. അപ്പോൾ ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കാണിച്ചത് തെറ്റ് തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പോലെ ഇത്തരം വിഷയങ്ങൾ ആരോപിക്കപ്പെടാൻ PhD നേടിയിട്ടുള്ള ഒരു പാർട്ടി, ഇവർ തന്നെയാണ് ഇവരുടെ വിരൽ കൊണ്ടുവന്ന് വായിലിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ശരിക്കും. കാര്യം ഈ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട, നമ്മളെ ഷാഫിയൊക്കെ ഉൾപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരെ മനസ്സിൽ വെറുതെ അല്ല സ്വപ്നം കാണുന്ന ഒരു കൂട്ടം പാവം ജനങ്ങളുണ്ട്. ഇവിടെ ഒരു ജനതയുണ്ട്. അവരെല്ലാം വെറും കറിവേപ്പിലയാണ് ഈ ചെറുപ്പക്കാരനാക്കിയത്. സത്യത്തിൽ ഈ ഒരു നല്ലൊരു ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉണ്ടായി വരുന്നു. നമ്മളെ റജിൽ മാക്കുറ്റി അല്ലെ, അബിൻ ബർക്കി, ഞാൻ PC വിഷ്ണുനാഥനെന്നും പറയില്ല, ബാക്കി ഇങ്ങോട്ടുള്ള നമുക്ക് ജിൻഡോ ജോൺ, ഇങ്ങനെ നമുക്ക് പറയാൻ ഒരു 10 പേരെങ്കിലും ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം കളങ്കം വരുത്തി വെച്ചത്. അപ്പോൾ ഇതിനെ ഏറ്റവും നമുക്കിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ ചതിക്കുകയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം. ചതിക്കുകയായിരുന്നു. VD സതീശൻ എങ്ങനെയാണ്
രണ്ടാമത് പ്രതിപക്ഷ നേതാവായത് എന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലിന് അങ്ങനെയും പറയുന്നുണ്ട്. ഷാഫി പറമ്പിലിന് AICCയുമായുള്ള അടുത്ത ബന്ധമുണ്ട്. ഷാഫി പറമ്പിൽ വളരെ നല്ലൊരു വൈബ്രൻ്റായ ചെറുപ്പക്കാരനാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുമായൊക്കെ അയാൾ പിന്നെ KSUവിൻ്റെ NSUവിൻ്റെ നേതാവൊക്കെ ആയിരുന്നാണ് ഈ ഹൈവേ പോലെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സജഷൻ ആയിരുന്നു VD വന്നതെന്നും വർത്തമാനമുണ്ട്. ഏതായാലും VD സതീശനെ പോലെയുള്ള നേതാക്കളൊക്കെ ഒരു വേള ഇവരെയൊക്കെ ആത്മാർത്ഥമായി കൂടെ നിർത്തിയവരെയൊക്കെ ഇത്രയൊന്നും കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം എന്ന് വളരെ സങ്കടത്തോടെ പറയേണ്ടി വരും. കാര്യം ഈ ചെറുപ്പക്കാരനിൽ ഈ രാഷ്ട്രീയ കേരളം ഒരുപാട് പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ ഭരണം തീരുന്നതിന് മുമ്പ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയം ഇത്രയധികം കളിക്കാൻ അറിയാവുന്നുള്ളൊരു നേതാവ് ഉറപ്പായിട്ട് ബാക്കി ഓരോന്നായിട്ട് പടിയായിട്ട്. കാര്യം അദ്ദേഹം എതിരിടുന്ന ആരെ കൂടെ എന്നറിയൂ? അമിത്ഷായോടും നരേന്ദ്രമോദിയോടാണ്. ഇന്ന് അമിത്ഷാ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. നരേന്ദ്രമോദി ഇനി കേരളത്തിലേക്ക് BJPയെ വളർത്താനായി ശ്രമിക്കുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു നാഷണൽ പാർട്ടി ആകാൻ കിടന്ന് ഊർജ്ജശ്വാസം വലിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും ദേശീയ പദവി തന്നെ നഷ്ടമാവും. കോൺഗ്രസ് പോലും ദേശീയ പദവി കിട്ടാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വരാൻ പോകുന്നു, പ്രിയങ്ക ഗാന്ധി വരാൻ പോകുന്നു, കോൺഗ്രസിന് രക്ഷപ്പെടാൻ. അവിടെ ഇപ്പോൾ CPMന് ആകെയുള്ള ഒരു മുഖം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇവർ എന്തുകൊണ്ട് മാറ്റി നിർത്താൻ? ഈ ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൗശലമാണ് CPM എന്ന പാർട്ടി അയാൾ ഇപ്പോഴും മത്സരിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ സ്വർണ്ണക്കുള്ള ആരോപണം വന്നിട്ടുണ്ട്. കഴിഞ്ഞ നയന്ത്ര പാക്കേജിലെ പ്രശ്നമുണ്ട്. അദ്ദേഹം BJPക്കാരെ കൂട്ടുപിടിച്ചതൊന്നും പുറത്തു കൊണ്ടുവരുന്നില്ല. ഇങ്ങനെ തട്ടിപ്പുകൾ എത്രയുണ്ടെങ്കിലും അദ്ദേഹത്തെ വെട്ടാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഈ ഭരണം തീരുന്നതിന് മുമ്പ് ഇനിയും നിരവധി ഇത്തരത്തിലുള്ള നാടകങ്ങൾ നമ്മൾ കാണും. പക്ഷേ ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ്, കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ഒരു ചെറ്റത്തരം കാണിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ഇവിടുത്തെ ബുദ്ധിയുള്ള ജനത ഒരു മാറ്റം വേണം എന്ന് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കാര്യം ഒരു കേരളത്തിലെ ഒരു ഇതുവരെയുള്ള ഒരു സാമൂഹിക പരിസ്ഥിതി ചരിത്രത്തിൽ ഒരു നാൾ UDF ആണെങ്കിൽ അടുത്ത 5 കൊല്ലം LDF, അങ്ങനെ ഒരു റൊട്ടേഷനെ ഈ കേരളത്തിൽ നടക്കുകയുള്ളൂ. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരേപോലെ ഭരിച്ചതിൻ്റെ ആ ഒരു വീർപ്പുമുട്ടൽ കേരള ജനത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടം കൊണ്ട് ഇവർക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ അവർ മോഹിക്കുന്ന അധികാരം പോകുമോ എന്നൊരു ആശങ്ക ഉണ്ട് എന്നുണ്ടെങ്കിലും അത് കിട്ടുമെന്ന് വെറുതെ ഒന്ന് മോഹിച്ചു പോവുകയാണ്. അത്രയും നമുക്കിതിൽ പറയാം. നമ്മൾ മോഹിക്കുകയാണ്, ഒരു മാറ്റം ഉണ്ടാകും. നമുക്ക് കാത്തിരിക്കാം.